ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് അടുത്ത പരീക്ഷണമാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വുഡൻ്റെ ഇത് വാങ്ങിച്ചിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഡാൻസ് കളിക്കുന്ന ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ യൂട്യൂബ് നോക്കി കണ്ട് ചെയ്താൽ മതി, ഇത്രയും വൃത്തികേടാവില്ല. പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ തന്നെ സ്വയം ചെയ്യാൻ കുത്തിയിരുന്നു. ആദ്യം ചെയ്യുക, വലിച്ച് പറിച്ചൂര് അങ്ങനെ ഒരുവിധം ഞാനതൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടായിരുന്നു പൈപ്പ് ക്ലീനേഴ്സൊക്കെ 5-10 എണ്ണം വെച്ചിട്ട് ബൾക്കായിട്ട് ഞാൻ കുറേ കളേഴ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പച്ച കഴിഞ്ഞു പോയി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബൊക്കെ ഉണ്ടാക്കിയ കാരണം എൻ്റെ പച്ചയൊക്കെ തീർന്നു പോയിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചയില്ലാത്ത കാരണം മഞ്ഞ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യത്തെ ഫ്ലവർ എനിക്ക് വലിയ ഇഷ്ടമായില്ല, കാരണം ഫ്രണ്ടിലത്തെ സാധനം ഇത്തിരി കൂടിപ്പോയി. സംഭവം ഇങ്ങനെയൊക്കെ കുത്തി നിർത്തിയാൽ നിൽക്കുമെന്നായിരുന്നു എൻ്റെ വിചാരം. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി. ഇത് ഉള്ളിലേക്ക് ഇറക്കണ ഈ പരിപാടിയാണ് എനിക്ക് ഇതുവരെ റെഡി ആവാത്തത്. ഓക്കോ സൈഡ് കൂടെ മാറിപ്പോവും. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയപ്പോഴാണ് സെൻറ്ററിൽ വെക്കണ പച്ച സാധനം കഴിഞ്ഞു. അങ്ങനെ ഞാൻ മഞ്ഞ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ തളരാൻ പാടില്ല എന്നാണല്ലോ. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസ് കാണുമ്പോൾ ഇവർക്ക് ഈ ചുറ്റും വലിയ ഫ്ലവേഴ്സ് കിട്ടും. അതെങ്ങനെയാണോ? എനിക്ക് ചുറ്റും വേപ്പ ചുറ്റിയാൽ അത് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടുള്ളൂ. അതായത് ഫ്ലവർ മീൻസ് എത്രകളും കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഗ്ലൂ കണ്ണ് എൻ്റെ ഗ്ലൂ കണ്ട കാര്യം പിന്നെ പറയും വേണ്ട. സ്വിച്ചൊക്കെ ഭംഗിക്ക് മാത്രമേ ബാക്കിൽ നിന്ന് പുട്ടും കുറ്റി തള്ളി കൊടുന്ന പോലെ ആ സ്റ്റിക്ക് തള്ളി കൊടുത്താൽ മാത്രമേ പുറത്തേക്ക് പച്ച തള്ളി വരുള്ളൂ. അങ്ങനെ ഞാൻ ഗ്ലൂ കണ്ണൊക്കെ സ്റ്റിക്ക് ചെയ്ത് പിന്നെ ഒരു ഒട്ടിക്കണം ഒരു പരിപാടിയുണ്ട് എൻ്റെ പൊന്നോ. ഞാൻ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് പച്ച തന്നെ വരുള്ളൂ. ഞാനത് മഞ്ഞയും വെച്ച് എന്നാലും കുഴപ്പമില്ല, ഔട്ട്ലുക്ക് വലിയ കുഴപ്പമില്ല, വലിയ വൃത്തിയില്ലാണ്ട് വന്നിട്ടുണ്ട്. വൃത്തികേടല്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പൂക്കളൊക്കെ ഒട്ടിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെ പോയി ഡാൻസിങ് ഫ്ലവറെന്ന് വെച്ച് കിടക്കണ ഫ്ലവേഴ്സായിരുന്നു. അതായത് ഞാനൊന്ന് വയ്ക്കുന്നു, ഫ്ലവർ കിടന്ന് വീഴുന്നു, ഞാൻ വയ്ക്കുന്നു, ഫ്ലവർ കിടന്ന് വീഴുന്നു. ലാസ്റ്റാണ് പിന്നെ എനിക്ക് അതിൻ്റെ കുട്ടൻസ് മനസ്സിലായത്. അത് ഇപ്പോൾ ഈ വെക്കണതൊക്കെ ഞാൻ പിച്ചി മാന്തി എടുത്തു, കാരണം ഫ്ലവേഴ്സൊക്കെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എത്ര നോക്കിയാലും ഈ ഫ്ലവേഴ്സ് ഡാൻസ് കളിക്കുന്നില്ല. ഡാൻസിങ് ഫ്ലവർ എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കണ്ടേ കഥ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ പിച്ചി മാന്തി എടുത്ത് രണ്ടാമത് വീണ്ടും ഒന്നും കൂടി ഒട്ടിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ സൈഡിൽ ഇല വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇല വെച്ച് ഒട്ടിച്ചപ്പോൾ ഒന്നും റെഡിയായില്ല. അതും പിച്ചി മാന്തി വീണ്ടും രണ്ടാമത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുവിധം പറിക്കാൻ വന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഡാൻസിങ് ഫ്ലവേഴ്സ് ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തത്. സംഭവം ഇതൊക്കെ പഠിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നത് ക്രോഷ്യറ്റിനേക്കാളും കുറച്ച് ടൈം ലാഭിക്കാൻ ചെയ്യാൻ എളുപ്പമാണ്. ക്രോഷ്യറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ തെളിവും കൈകൊണ്ട് തുന്നി ചെയ്യണം. ഇത് പിന്നെ അങ്ങനത്തെ പരിപാടിയില്ല. അപ്പം ഞാൻ ഒട്ടിച്ചതൊക്കെ കത്രി കൊണ്ട് ഇങ്ങനെ ചുറ്റി ചെയ്ത് പോകുന്നില്ല. എന്നാലും അതിൻ്റെ മുകളിലൂടെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ടെക്നിക്കൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് സാറാ ഒട്ടിക്കാൻ നോക്കി. എന്നാലും 2-3 പൂക്കൾക്ക് ചെറിയൊരു തമാശ കളി ഉണ്ടായിരുന്നു. വീഴുന്നുണ്ടെങ്കിലും ഞാൻ ലാസ്റ്റാണ് ആ കത്രികയുടെ ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചത്. അങ്ങനെ എനിക്ക് വൈകിട്ടാണ് എൻ്റെ മണ്ടയിൽ ഓരോ വീട്ടിൽ ഉദിക്കും. അങ്ങനെ നമ്മുടെ ഡാൻസ് ഫ്ലവേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാറുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും എൻ്റെ ഒരു പാളിപ്പോയ സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നത് പച്ചയാണ് എങ്ങനെ നോക്കിയാലും നല്ലൊരു കളർ വരിക. പിന്നെ എനിക്ക് വൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വൈറ്റ് വെച്ച് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സ് കിട്ടിയെന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് കുറേ പർച്ചേസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, നന്നായി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഡാൻസിങ് ഫ്ലവേഴ്സ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് DM ടു ഓർഡർ. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകാറുള്ളൂ. ഇല്ലെങ്കിൽ അവർ ചീത്ത പറയില്ലേ. അപ്പോൾ ടാറ്റാ.